നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസ് മുഴുവൻ ഒറ്റ ഒരു കമ്പനിക്കാണ് ഓരോ നിമിഷവും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ആ ഒരു കമ്പനിയുടെ പേരാണ് മെറ്റ. നമ്മുടെ പാസ്റ്റ് മെമ്മറീസ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എവിടെയായിരിക്കും? ഫേസ്ബുക്കിലായിരിക്കും. നമ്മൾ ഓരോ നിമിഷവും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എവിടെയാ? വാട്സപ്പ്. നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ് ഓരോ നിമിഷവും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലാണ്? ഇൻസ്റ്റഗ്രാം. ഈ മൂന്ന് കമ്പനികളെയും ഓൺ ചെയ്യുന്നത്, ഈ മൂന്ന് കമ്പനികളുടെയും മുതലാളി ആരാ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് മാർക്ക് സക്കർബർഗ്. പ്രസന്റ്ലി ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് അമേരിക്കയിൽ വാദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത്രയ്ക്ക് വലിയൊരു പണച്ചാക്കിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ, FTC. ഇവിടെ മെയിൻ ആയിട്ടുള്ള ധർമ്മം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USA കൺസ്യൂമേഴ്സിന്റെ, ഉപഭോക്താവിന്റെ ഭാഗത്ത് നിൽക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും അതോടൊപ്പം കമ്പനികൾക്കിടയിൽ ഒരു കോമ്പറ്റീറ്റീവ് ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ധർമ്മം. ഈ കേസ് അതിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഓരോരുത്തരും തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഫേസ് ചെയ്യാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നല്ല നല്ല യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, FTC, ഫെഡറൽ ട്രേഡ് കമ്മീഷൻ. അമേരിക്കയിലുള്ള ഈ ഒരു വകുപ്പിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള കമ്പനീസുകളുടെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കമ്പനികൾ അന്യായപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, തെറ്റിരുത്തുക എന്നുള്ളതാണ് ഈ ഒരു വകുപ്പ് ചെയ്യുക. ഈ ഒരു അവസരത്തിലാണ് FTC ഒരു വലിയൊരു വഞ്ചന കുറ്റം, അതൊരു കേസ് മാർക്ക് സക്കർബർഗിന്റെ കമ്പനിയായ മെറ്റയ്ക്കെതിരെ 2018 ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അമേരിക്ക ഭരിച്ചിരുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രംപണനായിരുന്നു. അതിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെറ്റ കമ്പനി ഉണ്ടല്ലോ, ലോകത്തിലെ മാക്സിമം എല്ലാ ജനങ്ങളുടെയും കമ്മ്യൂണിക്കേഷൻസ്, പേഴ്സണൽ ഡാറ്റ, ഡീറ്റെയിൽസ് ഇവ കൺട്രോൾ ചെയ്യുന്നു എന്നാണ്. അതെങ്ങനെയാണ് ഒറ്റ കമ്പനി എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും കൺട്രോൾ ചെയ്യുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം ഈ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനീസ് ആരൊക്കെയാണെന്ന് കാണണം. ഏതൊക്കെ കമ്പനിയാണെന്ന് ചോദിക്കുന്നത് നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ത്രെഡ്, ഇതൊക്കെയാണ് ഈ ഒരു മെറ്റയുടെ കീഴിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനീസ്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇവരെങ്ങനെയാണ് നമ്മളുടെ ഓരോ ഡീറ്റെയിൽസ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വാട്സപ്പ് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ് ഇതുപോലത്തുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ FTC എന്താണ് മെറ്റയ്ക്കെതിരെ ആരോപിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ മെറ്റ എന്ന കമ്പനി, ഈ കമ്പനിക്കെതിരെ ഒരു കോമ്പറ്റീറ്റീവ് കമ്പനീസ് വരുന്നത് തടയുന്നു എന്നാണ്. ഒന്നുകിൽ ഒരു കമ്പനി വരികയാണെങ്കിൽ ആ കമ്പനീനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ കമ്പനി നല്ലൊരു കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു ഏകാധിപത്യ ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ FTC മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. നമ്മുടെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മെറ്റ ഒരു കാലത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള കമ്പനീസാണ് ഇവയൊക്കെ. അതായത് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ FTC മുന്നോട്ട് വെക്കുന്ന വാദം ഇത് തന്നെയാണ്. ഇത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു കമ്പനി ഒരു മേഖലയെ ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് പോലുള്ള കമ്പനീസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് സെല് ചെയ്യണം എന്നുള്ള ആവശ്യത്തോട് കൂടിയിട്ടാണ് FTC കേസ് 2018 ട്രംപിന്റെ കാലഘട്ടത്തിൽ ഫയൽ ചെയ്യുന്നത്. അതിനുശേഷം ട്രംപ് പോയി, ബൈഡൻ വന്നു, വീണ്ടും ഇപ്പൊ ട്രംപ് വന്നിരിക്കുകയാണ്. സോ ഇത്രനാൾ ബ്ലോക്ക് ആയി കിടന്നിരുന്ന അല്ലെങ്കിൽ ഒരു ജീവനില്ലാതെ കിടന്നിരുന്ന ആ ഒരു കേസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അത് മാത്രമല്ല FTCക്ക് ഇപ്പൊ ഒരു വലിയൊരു പ്രൂഫ് ലഭിച്ചിരിക്കുകയാണ് മെറ്റ ഓണർക്കെതിരെ. ആ പ്രൂഫ് ആരുടെ കയ്യിലായിരുന്നു ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫൗണ്ടർ ഉണ്ടായിരുന്നല്ലോ. ഇൻസ്റ്റാഗ്രാം ഒരു കാലത്ത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സന്റെ കയ്യിലായിരുന്നു. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ മെറ്റ ഇൻസ്റ്റാഗ്രാം പൈസ കൊടുത്ത് വാങ്ങിച്ച് മെറ്റയുടേതാക്കുന്നത്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഫൗണ്ടറിൽ നിന്ന് ഇപ്പൊ ഒരു ഫുൾ ഡീറ്റെയിൽ, അതായത് നമ്മുടെ ഈ മാർക്ക് സക്കർബർഗ് മെറ്റ എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് FTCക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന മെയിൻ ആരോപണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചർ, അതായത് കമ്പനികൾക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഈ മെറ്റ തടയുകയാണ് എന്നാണ്. അതെങ്ങനെയാണ് ആ കോമ്പറ്റീറ്റീവ് നേച്ചർ തടയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവരുടെ പോലത്തെ ഒരു കമ്പനി ഒന്ന് വളർന്നു വരികയാണെങ്കിൽ അവരെ ആ ഒരു വളർച്ചയെ മാക്സിമം മുരടിപ്പിക്കാനായിട്ട് ഇവർ ശ്രമിക്കും, മെറ്റ ശ്രമിക്കും. അല്ലെങ്കിൽ ഇവർക്കൊരു നല്ല കമ്പനിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കമ്പനിയെ പൈസ കൊടുത്ത് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇവരുടെ ലാഭത്തിലേക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് ആ ഒരു കമ്പനിയെ മാറ്റും എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം ഫൗണ്ടർ പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ കമ്പനി ആയാലും വാട്സപ്പ് ആയാലും ഇതുപോലെ തന്നെ മെറ്റയിലേക്ക് വരുന്നതും. മുൻപ് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോയിരുന്ന വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് ജാം പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു മെറ്റ അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് കൂട്ടുവാനായിട്ട് അവർ ചെയ്യുന്ന ഒരു ഇതാണ്. അതിൻ്റെ ആ ഒരു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ഫൗണ്ടേഴ്സ് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു സംഭവം ഇവർ മാറ്റിയെന്നാണ്. ഇതിനൊരു ഉദാഹരണം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ 2012 മെറ്റ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വാങ്ങിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത് വെറും 13 പേരുണ്ടായിരുന്നുള്ളൂ. 2014 വാട്സാപ്പിന് ടേക്ക് ഓവർ ചെയ്യുമ്പോഴും വാട്സാപ്പിന്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത് വെറും 55 പേര്. അതായത് ആ ഒരു സമയത്ത് ആ കമ്പനി ഉദ്ദേശിച്ചിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർ, അത് കാണുവാൻ ആഗ്രഹിക്കുന്നവർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ പ്രൈവസി ഒന്നും അവിടെ ഇഷ്യൂ ഇല്ലാതെ തന്നെ രണ്ടാളുകൾക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വാട്സാപ്പിലൂടെ ഈസി ആയിട്ട് പരസ്യങ്ങളൊന്നും ഇല്ലാതെ സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ആ ഒരു സമയത്ത് ഈ രണ്ട് കമ്പനീസ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FBയിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പരസ്യത്തിന്റെ ആധിക്യം കൊണ്ടാണ് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലേക്കും വാട്സാപ്പിലേക്കും ആകർഷിക്കപ്പെട്ടത്. എന്നാൽ ഇത് മനസ്സിലാക്കി മാർക്ക് സക്കർബർഗ്
സക്കർബർഗ് മോഹവില കൊടുത്ത് വാട്സാപ്പിനെയും ഇൻസ്റ്റാഗ്രാമിനെയും സ്വന്തമാക്കുകയാണ്. അതിനുശേഷം ഈ 2 പ്ലാറ്റ്ഫോമുകളെ ഒരു മണി മേക്കിംഗ് ആപ്പുകളായിട്ട് അദ്ദേഹം മാറ്റുകയാണ്. ഈ 2 കമ്പനികളുടെ ഒരു ഡീലിന്റെ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച മെയിൽ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. അതായത് ആ മെയിലിന്റെ ചുരുക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വ്യൂവേഴ്സ് പോകുന്നു, വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. സോ ഇത് ഒരു പക്ഷേ ഫേസ്ബുക്കിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാം. സോ നമ്മളൊരു ടൈം സേവ് ചെയ്യുക എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട്, പൈസ നോക്കാതെ ടൈം സേവ് ചെയ്യുക എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഈ 2 കമ്പനീസിനെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആ 2 വാട്സാപ്പിനെ പോലെ ഇൻസ്റ്റാഗ്രാമിനെ പോലെ ഒരു പ്ലാറ്റ്ഫോം മേക്ക് ചെയ്യായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ ഈ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും നിൽക്കും. എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ആ സമയത്ത് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതേപോലെ ഏതെങ്കിലും ഒരു കമ്പനീസ് വരികയാണെങ്കിൽ ആ കമ്പനീനെ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇവരുടെ ലാഭത്തിലേക്ക് ലാഭത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് ആ കമ്പനീനെ മാറ്റുന്നത്. ചുരുക്കം പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മേഖല എന്ന് പറയുന്നത് ഇവരുണ്ടാക്കുന്നു. എന്നിട്ട് ജനങ്ങളെ പല ഫീച്ചേഴ്സ് കൊടുത്ത് അഡിക്റ്റ് ആക്കിയിട്ട് അതിലൂടെ പരസ്യങ്ങൾ അവർ കാണിച്ച ആ പരസ്യത്തിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റയുടെ ആ ഒരു പോളിസി. ഇതൊരു നല്ല പോളിസി അല്ല. ദിസ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയുന്ന രീതിയിലാണ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് ഇപ്പോൾ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ മാർക്ക് സക്കർബർഗറിന്റെ വാദം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്, നമ്മുടെ ട്വിറ്റർ ഉണ്ട്, ഇതേപോലത്തെ ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും എടുത്ത് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോലും മാക്സിമം ആളുകളും ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാനും വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജനങ്ങളെ പലതരത്തിലുള്ള ആഡുകളും പലതരത്തിലുള്ള ഫീച്ചേഴ്സും കൊടുത്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു 3 കമ്പനീസ് നിങ്ങൾ സെല്ല് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ അല്ലെങ്കിൽ ആ ഒരു കേസ് സമർപ്പിച്ചിട്ട് FTCയുടെ വാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഇത് 3ഉം ഓരോരോ കമ്പനികൾക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ FTCയുടെ വാദം. ഒന്ന് നോക്കിയാൽ നമുക്ക് ഒരു 3 കമ്പനികളാണെങ്കിൽ അത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് വരും. ഈ ഒരു ഒരൊറ്റ കമ്പനി ആകുമ്പോൾ ഫുൾ ആഡും അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. കോമ്പറ്റീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് ലഭിക്കുക. സോ അതാണ് FTC ഇവിടെ ഊന്നി പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിനുള്ളിൽ ഇതിന്റെ ഒരു വിധി വരും. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് സക്കർബർഗ് നമ്മുടെ ട്രംപിനെ അതായത് പൈസ കൊടുത്ത് സെറ്റാക്കി എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇലക്ഷന്റെ കാര്യത്തിലായാലും പാർട്ടിക്കായാലും ഒരുപാട് അദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ട്, മാർക്ക് സക്കർബർഗ് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കിംവദന്തിയും പുറത്തേക്ക് വരുന്നുണ്ട്. എന്ന് തന്നെയായിരുന്നു നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇത് കോടതിയുടെ ആ ഒരു കയ്യിലേക്കാണല്ലോ വന്നുള്ളത്. സോ കോടതി അവരുടേതായ തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ അതിന്റെ ഒരു ഇൻഫ്ലുവൻസും ആ ഒരു കോടതിയുടെ മേലെ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. സോ എന്ത് തന്നെയായിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഇത് വേറെ കമ്പനികളുടെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജിയോ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ അംബാനി ആ ഒരു പൈസ കയറ്റി മനുഷ്യനെ കൊന്നു കൊല വിളിച്ചാണ്. പക്ഷെ അവിടെ എയർടെൽ ഉണ്ട്, നമ്മുടെ വോഡഫോൺ ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റയിൽ നിന്ന് ഈ ഒരു കമ്പനീസ് ഒക്കെ വേർപിരിയുന്നത് നല്ലൊരു കാര്യം ആകും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.